ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോളേജിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പാക്ക് ചെയ്യണം, എക്സ്പെഷ്യലി എൻ്റെ യൂണിവേഴ്സിറ്റി കേട്ടോ, ജിന്തൽ കോളേജിലോട്ട് വരുമ്പോൾ എന്തൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സെമസ്റ്റർ, അതായത് ഓഗസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഓൾറെഡി വാങ്ങി കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഈ കോളേജിലോട്ട് വരുന്നുണ്ട്, അപ്പോൾ അവർക്കും ഞാൻ ഫോണിൽ വിളിച്ച് പറയുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് റിപ്പറ്റേറ്റീവായിട്ട് കണ്ട് നോട്ട്സ് എഴുതിയെടുത്ത് എന്തൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ. ബിക്കോസ് നമ്മൾ ഇപ്പോൾ വീട്ടിൽ നമുക്ക് ദാഹിക്കാൻ നേരത്ത് ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പൽസറി ആയിട്ട് വാട്ടർ ബോട്ടിൽ എന്തായാലും ക്യാരി ചെയ്ത് നടക്കണം. അങ്ങനെ റൂളൊന്നുമില്ല, പക്ഷേ സ്റ്റിൽ നമുക്കിത് വേണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. എല്ലായിടത്തും ഉള്ളത് ഫിൽറ്റേഴ്സാണ്. സോ അവിടെ നിന്ന് നമ്മൾ വെള്ളം എടുത്ത്, അത് നല്ലൊരു വലിയ വാട്ടർ ബോട്ടിൽ, ഇപ്പോൾ എൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ മുകളിൽ ഞാൻ ഫോൺ വെച്ചേക്കണം, അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. സോ ഇവിടെയുള്ള കുട്ടികൾ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന പല ബ്രാൻഡ്സിൻ്റെ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാറുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഐ ഹാവ് സീൻ സ്റ്റാൻലി, ഈവൻ ഐ യൂസ് സ്റ്റാൻലി, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ ബ്രാൻഡ്. ഓക്കെ, ഇറ്റ്സ് വെരി പ്രൈസ്ഡ് ബോട്ടിൽ, ബട്ട് യു ഡോണ്ട് ഹാവ് ടു ബൈ സച്ച് തിങ്സ്. ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. ഓക്കെ, ഇവിടെയുള്ള ആൾക്കാർ എന്താണ് യൂസ് ചെയ്യുന്നത് റെഗുലറായിട്ട് എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻലി വാട്ടർ ബോട്ടിൽസിൽ അത്രയും വലുതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ബ്രാൻഡ് വേണമെന്നില്ല, ലൈക്ക് യു ക്യാൻ പർച്ചേസ് എനിത്തിങ്, ജസ്റ്റ് എ ബിഗ് വാട്ടർ ബോട്ടിൽ, സംതിങ് യു ക്യാൻ ക്യാരി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഫസ്റ്റ് തിങ് വാട്ടർ ബോട്ടിലാണ്. സെക്കൻഡ്, നിങ്ങളുടെ ഒബ്വിയസ്ലി നിങ്ങളുടെ കോളേജിൽ ഉപയോഗിക്കേണ്ട ബാഗ്. ഇവിടെ ബാക്ക് പാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ യൂസിങ് ബാക്ക് പാക്ക്. പക്ഷേ ബാക്ക് പാക്ക് അല്ലാതെ നിങ്ങൾക്കൊരു ടോട്ട് ബാഗ് ഉപയോഗിക്കാൻ പറ്റും. ടോട്ട് ബാഗ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാട്ടർ വിച്ച് ബാഗ് യു കംഫർട്ടബിൾ വിത്ത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ഞാൻ വാങ്ങിയത് ബ്രാൻഡ് നോക്കിയിട്ടായിരുന്നു. ഞാൻ ബ്രാൻഡും കളറും എനിക്കിഷ്ടമായി, അങ്ങനെ ഞാൻ വാങ്ങി. പക്ഷേ അതിൻ്റെ ഒരു യൂസ് ഞാൻ നോക്കിയില്ല. ഓക്കെ, സോ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ കയ്യിലാണ് ക്യാരി ചെയ്യുന്നത്, കാരണം ലാപ്ടോപ്പ് എൻ്റെ ബാഗിൽ ഫിറ്റ് ആവില്ല. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ബാഗ്, ഗോ ഫോർ എ ബിഗ് വൺ, സംതിങ് വിച്ച് യു ക്യാൻ ഫിറ്റ് യുവർ വാട്ടർ ബോട്ടിൽ. ബട്ട് ഡോണ്ട് ഗോ ഫോർ ലൈക്ക് എ സ്കൂൾ ബാഗ്, അങ്ങനത്തെ ടൈപ്പ് വേണമെന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡു ബൈ ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വാട്ടർ ബോട്ടിൽ ഇപ്പോൾ കയ്യിൽ ക്യാരി ചെയ്താലും മതി. പിന്നെ ഒരു ഫയൽ നിങ്ങൾക്ക് എന്തായാലും വേണം. ഫയൽ എന്താണെന്ന് ചോദിച്ചാൽ മേ ബി എന്തെങ്കിലും പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ നോട്ട്ബുക്കും പെന്നും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി. ഓൾറെഡി വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. ഓക്കെ, നോട്ട്ബുക്കും പെന്നും, പിന്നെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപാഡ്, വാട്ട് എവർ യു ആർ യൂസിങ്, ബിക്കോസ് സംതിങ് ഓർ അതർ യു നീഡ് ഇറ്റ്, ഈവൻ ടു ഗിവ് എക്സാംസ് യു നീഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ അതിൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് സ്റ്റഡി മെറ്റീരിയലായിട്ട് വേണ്ടത്. ബാക്കി എല്ലാ കാര്യം ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ആയിക്കോട്ടെ, ക്ലാസ് റീഡിങ്സ് ആയിക്കോട്ടെ, കോഴ്സ് മാനുവൽ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും മെയിൽ അയച്ചു തരിക ചെയ്തു. സോ ഒബ്വിയസ്ലി നിങ്ങൾ ലാപ്പിൽ അത് ആക്സസ് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നോട്ട്ബുക്ക് ആണെങ്കിൽ ഐ വിൽ സേ ഇപ്പോൾ 5-in-1 സബ്ജക്റ്റിൻ്റെ നോട്ട്ബുക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ആയിരിക്കും നല്ലത്. കുറച്ച് വലുതാണെങ്കിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ A4 സൈസ് ഷീറ്റ് നിങ്ങൾ ഫയൽ വെച്ച് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് നോട്ട്സ് ഉണ്ടാക്കി അതിൽ തന്നെ വെച്ചാൽ മതി. ദാറ്റ് വിൽ ബി മച്ച് നൈസ്. രണ്ട് ഫയൽ നിങ്ങൾ രണ്ടൊന്ന് വലിയ വലിയ ഫയൽ വാങ്ങിയിട്ട് റൂമിൽ വെച്ചാൽ മതി. സോ നിങ്ങൾ ക്യാരി ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. പിന്നെ ഞാൻ പറയാം, ഒരു കീ ചെയിൻ വാങ്ങിയിട്ട് വരൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റൂമിൽ എത്ര പേർ, ഇപ്പോൾ ഒരു റൂമിൽ 3 2 4 നിങ്ങളുടെ റൂംമേറ്റ്സിൻ്റെ അടുത്ത് ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരോരോ കീസ് കൊടുത്തിട്ടുണ്ടാകും, അതായത് റൂം ആക്സസ് ചെയ്യാൻ വേണ്ടി ഏത് ടൈമിൽ. സോ പിന്നെ അതുപോലെ തന്നെ കബേർഡിനായിട്ട് ഒറ്റ കീയാണ്, എല്ലാ കബേർഡ് ആക്സസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കബേർഡ്സ്. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന കബേർഡ് ഇതാണെങ്കിൽ അത് ആക്സസ് ചെയ്യാനും എൻ്റെ വാർഡ്രോബ് ആക്സസ് ചെയ്യാനും. സോ ആ 2 കീസും ഇവർ ഓൾറെഡി ഒരു കീ ചെയിൻ ഇട്ട് തരിക. സോ കുറച്ചും കൂടി നല്ല ഭംഗിയാക്കണമെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ വാങ്ങിയിട്ട് വെക്കാം. എൻ്റെ കീ ചെയിൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. സോ യു വുഡ് നോ, കണ്ടോ, ഇതാണ് എൻ്റെ കീ ചെയിൻ. സോ ഇത് ഇവിടുത്തെ കബേർഡ്സ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള കീ, ഇതെൻ്റെ റൂം ആക്സസ് ചെയ്യാനുള്ള കീ. സോ എൻ്റെ കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാറ്റ് വിച്ച് ഐ യൂസ്. സോ ഇതിൻ്റെ യൂട്ടിലിറ്റിയും കൂടി ഉണ്ട്. സോ ഐ ക്യാരി ദിസ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് കീ ചെയിൻസ് യു വിൽ ഗെറ്റ് ഇൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. സോ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട്, അപ്പോൾ നിങ്ങളുടെ ബാഗിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് വരാൻ നേരത്ത് നിങ്ങൾ റൂം സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ മിക്ക ആൾക്കാരും ഭയങ്കര എസ്തെറ്റിക്കലിയാണ് റൂം സെറ്റ് ചെയ്യുന്നത്. കാരണം ആംബിയൻസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ ബിലീവ് ചെയ്ത് പറഞ്ഞത് ആംബിയൻസ് ഒട്ടും ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നാണ്. പക്ഷേ ആംബിയൻസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് വൺസ് you have the right ambience, you feel like studying, you feel like sleeping in your room, you feel like home. Because yeah, it's okay, I'm just recording a video. Okay, yeah, should I help you? no, it's okay, I've always said it.
യാ സോ ആംബിയൻസ് ഇസ് സോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നിങ്ങൾ യു ഷുഡ് ഫീൽ ലൈക്ക് ഹോം. അപ്പോൾ ഇവിടെ എന്തായാലും വരാൻ നേരത്ത് നിങ്ങൾ ഒരു നല്ലൊരു ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഡെസ്കിലിടാൻ വേണ്ടി ഞാൻ ഒരു ബെഡ് റണ്ണർ കൊണ്ടുവന്നിട്ടുണ്ട്. ബെഡ് റണ്ണർ അല്ല, ടേബിൾ റണ്ണർ. സോ ടേബിൾ റണ്ണർ, പിന്നെ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ എന്താ ഇപ്പം ഞാൻ കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് നമുക്ക് 200 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതൊരു മൂന്നെണ്ണം കൊണ്ടുവന്നാൽ മതി. ഒരെണ്ണം കൊണ്ടുവരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ അത് വാഷ് ചെയ്തിട്ട് പിന്നീടാകുമ്പോൾ വേറൊരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് സ്പെയർ ആയിട്ട് വേണം. സോ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരു 3 അല്ലെങ്കിൽ 2. ഓക്കെ, അതിന് തന്നെ മാച്ചിങ് ആയിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇടാം. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേബിളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് പെർഫ്യൂംസ്, ബോഡി മിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു വുഡിൻ്റെ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, ഇത് വെക്കാൻ പറ്റിയത്, അത് വെക്കാൻ പറ്റിയ കാര്യങ്ങളും, പിന്നെ ഒരു ഗോൾഡൻ കളർ ഒരു ബോർഡുണ്ട്, അങ്ങനത്തെ കുറച്ച് റിബൺസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനത് വാങ്ങി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യം, നിങ്ങളിപ്പോൾ സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 3 പെൻ സാധനമില്ലേ, ലൈക്ക് യൂണിവേഴ്സൽ പ്ലഗ്, അത് നല്ലതായിരിക്കും. ഞാനത് കൊണ്ടുവരാറുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഞാനത് കൊണ്ടുവരാറുണ്ട്. സോ അതെനിക്കെപ്പോഴും ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്, ബാക്കി നിങ്ങളിവിടെ വരുന്ന ടൈമിൽ, ഓക്കെ, നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവരും. നിങ്ങൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുവരും. ഞാൻ സജസ്റ്റ് ചെയ്യാം ഈ ഒരു കാര്യമുണ്ട്, അതായത് മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടൊരു വലിയ മിററും വാഷ്റൂമിലും മിറേഴ്സ് ഉണ്ട്. പക്ഷെ അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ ടേബിളിലിരുന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഒരു മിറർ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ലൈക്ക് ടേബിളിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു മിറർ യു വിൽ ഗെറ്റ് ഫ്രം ഐ തിങ്ക് മിനീസോന്ന് കിട്ടും. ഞാൻ ഒരു മിനീസോന്ന് 600 രൂപയ്ക്ക് വാങ്ങിയൊരു മിറർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവരേണ്ടത്, ഞാൻ മിറർ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഞാൻ കൊണ്ടുവന്ന മിറർ. സോ ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ബാഗായി, വാട്ടർ ബോട്ടിലായി, പിന്നെ മിററായി, ബെഡ്ഷീറ്റായി, അതുപോലെ തന്നെ പില്ലോ കവറായി, പിന്നെ ടേബിൾ റണ്ണറായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ വരുമ്പോൾ ബെഡ് ഉണ്ടാവും, ചെയർ ഉണ്ടാവും, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ബക്കറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിയാൽ മതി. ബക്കറ്റും കപ്പും കാര്യങ്ങളൊക്കെ, പിന്നെ ഈ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഇവിടെ മെഡിക്കൽ ഷോപ്പ് 24/7 ഓപ്പണാണ്. സൂപ്പർ മാർക്കറ്റ് 10:30-11 മണി വരെ ഓപ്പണാണ് രാത്രി. സോ യു ക്യാൻ ബൈ ഫ്രം ദർ. ഓക്കെ, നിങ്ങളിവിടെ വരേണ്ട സമയത്ത് നിങ്ങൾ ആദ്യം പോയി വാങ്ങേണ്ടത് നിങ്ങൾ ബക്കറ്റും കപ്പ്. ഞാൻ ബക്കറ്റും കപ്പ് യൂസ് ചെയ്യാത്ത ഒരാളാണ്, സോ ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങൾ ലോണ്ട്രി കൊടുക്കും, സോ ഇവിടെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും ഒരാവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബക്കറ്റും കപ്പ് വാങ്ങണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതി. എന്തെങ്കിലും ഇല്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സേ ടു ദം, ഇതില്ല, എനിക്കിത് വേണം, നിങ്ങളത് കൊണ്ടുവരുമോ, ദേ വിൽ ബ്രിങ് ഇറ്റ് ഫോർ യു. സോ അത് ഈസിയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് തലോണി വാങ്ങേണ്ടി വരും. തലോണി ഇവർ തരില്ല, സോ തലോണി വാങ്ങേണ്ടി വരും. പിന്നെ തലോണി വാങ്ങേണ്ടി വരും എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. സോ തലോണി വാങ്ങണം, ബക്കറ്റും കപ്പും വാങ്ങണം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, തല തോർത്താനുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. തല തോർത്താൻ വേണ്ടിയുള്ള ടവല് അത് കൊണ്ടുവരണം. പിന്നെ ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ അവൈലബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് വാങ്ങേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരണം, ഇന്നേഴ്സ് കൊണ്ടുവരണം, തോർത്ത് കൊണ്ടുവരണം, പിന്നെ അതുപോലെ തന്നെ ഷാമ്പൂ, കണ്ടീഷണർ, മേക്കപ്പ്, സ്കിൻ കെയർ, ഹെയർ കെയർ, അതുപോലെ തന്നെ ഷൂസ് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്ക് ജിം ഷൂസ് ഇവിടെ നടക്കാൻ കുറേ ഉണ്ട്. സോ ഐ വിൽ സേ ഇൻവെസ്റ്റ് ഇൻ എ വാക്കിംഗ് ഷൂസ്. ഓക്കെ, ഞാൻ വാങ്ങിയത് ബർഗ്സ് ആണ്, കാരണം എനിക്ക് ബർഗിൻ സ്റ്റോക്ക് ഇടുമ്പോഴാണ് എനിക്ക് നടക്കാൻ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കിപ്പോൾ റണ്ണിങ് ഷൂസ് ആയിരിക്കും അല്ലെങ്കിൽ വാക്കിംഗ് ഷൂസ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഷൂസ് നിങ്ങൾ കൊണ്ടുവരിക. കുറേ നടക്കാനുണ്ട്. ഓക്കെ, പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ്, സാനിറ്ററി നാപ്കിൻ, മെൻസ്ട്രുവൽ കപ്പ്, വാട്ട് എവർ യു ആർ യൂസിങ്, ടാമ്പോൺസ് ഓർ എനിത്തിങ്, ആൻഡ് ദെൻ ടിഷ്യൂ പേപ്പേഴ്സും വെറ്റ് വൈപ്സും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കരുത്, കൊണ്ടുവരാം. ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങിയാലും മതി കേട്ടോ. നിങ്ങളല്ലാതെ എല്ലാം ഇതിങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ മെയിനായിട്ട് നിങ്ങളിവിടെ വന്നിട്ട് വാങ്ങേണ്ടത് ബക്കറ്റ്, കപ്പ്, തലോണി. എൻ്റെ ഒരു ഫ്രണ്ട് ലുലുന്ന് നമുക്ക് കംപ്രസ്ഡ്
പില്ലോസ് കിട്ടും, അതാണ് വാങ്ങിയത്. പിന്നെ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരും? ഇതൊക്കെ ഒരുമാതിരി കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങോട്ട് എങ്ങനെ ഇരുന്നുള്ളതെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഒരായിട്ട് പറഞ്ഞുതരാം. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കും സ്റ്റുഡൻറ്റ് ഇതിലാണ് ബുക്ക് ചെയ്യണമെങ്കിൽ 25 kg ആണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ 25 kg എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എസെൻഷ്യൽ കാര്യങ്ങൾ മാത്രം കൊണ്ടുവരാം. പേന, പെൻസില്, പൗച്ച്, പിന്നെ ബുക്ക്, അല്ലെങ്കിൽ ഷാംപൂ, കണ്ടീഷണർ, മേക്കപ്പ് എടുത്തോളൂ. മേക്കപ്പ് ഒന്നേന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ബെഡ്ഷീറ്റ് ഒരെണ്ണം എടുത്തോളൂ. ഓക്കെ, ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നാൽ മതി. ഒരു ബെഡ്ഷീറ്റ്, ഒരു തലോണി കവർ, കംപ്രസ്ഡ് പില്ലോ പറ്റുമെങ്കിൽ കൊണ്ടുവരൂ, അല്ലെങ്കിൽ വരുന്ന ദിവസം ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇപ്പോൾ ജൂലൈ 25 മുതൽ വരാൻ പറ്റും. നിങ്ങൾക്ക് ഓഗസ്റ്റിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ പറയാം കുറച്ച് ഏർലി ആയിട്ട് വാ, ക്ലാസ് ഇവിടെ വരാൻ പറ്റുന്ന ടൈമിൽ തന്നെ വാ. അപ്പോൾ അതാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാം വാങ്ങി സെറ്റ് ചെയ്യാം. ഈ ഓഗസ്റ്റ് 1 ക്ലാസ് തുടങ്ങിയിട്ട് 1 തന്നെ എഴുന്നള്ളി കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിയത്. നമ്മളിപ്പോൾ നാട്ടിലെ പോലെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ കുറേ ഗോഡൗണൊക്കെ ഉള്ളത്. വെയർ ഹൗസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സോ നമ്മളിപ്പോൾ ആമസോണിലേക്ക് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും 1 day ഡെലിവറി അവർ ചെയ്തു തരും. സോ ലൈക്ക് ദാറ്റ്. പിന്നെ നിങ്ങൾ പ്ലേറ്റും ഒരു സ്പൂണും, ഓക്കെ, പ്ലേറ്റും സ്പൂണും. ഇപ്പോൾ ഞാനെന്താ സ്ട്രെസ് ചെയ്ത് പറയാമെന്ന് വെച്ചപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തല്ലോ, അവർ പാക്ക് ചെയ്ത സാധനം തന്നെ കഴിച്ചിട്ട് അത് കൊണ്ടേ കളയാണ്. വേസ്റ്റ് ബാസ്ക്കറ്റ് വിടുന്നുണ്ട് കേട്ടോ, ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളാകെ ഇവിടെ വന്ന് വാങ്ങേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ബെഡ്ഷീറ്റ് ഒരെണ്ണം എടുത്തോളൂ, കാരണം ബെഡിൽ കിടക്കണമല്ലോ ഫസ്റ്റ് വരുമ്പോൾ തന്നെ. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ആദ്യമേ ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാം ഇവിടെ ചെക്ക് ചെയ്യാം. അവർ പറയും ഇവിടെ വന്ന് ഹോസ്റ്റലിൽ കയറുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു ചെയറും വാർഡ്രോബും എല്ലാം കീ ഇട്ട് ഇങ്ങനെ തുറന്നൊക്കെ നോക്കുക. കാരണം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ അവരോട് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഓക്കെ, കാരണം നിങ്ങളാ ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആൻഡ് ഇംഗ്ലീഷിൽ ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ ആസ്ക് മീ ടു ഡു ദിസ് എൻ്റയർ വീഡിയോ ഇൻ ഇംഗ്ലീഷ്. ഐ മീൻ all the videos in English. For them I'll soon be starting a YouTube channel saying all this in English. So wait for that. I mean I need some time. First of all, I did my mother tongue. It's because I noticed that when I was looking at JGU, like what should I bring, what should I pack, all the other channels were in Hindi and English, and I wanted to find something which is in my mother tongue. So that's why I thought I will start something. So I'll be the first person to start a channel in my mother tongue to talk about my college. Okay, so yeah, I'll be shifting back to my mother tongue. So അങ്ങനെ പിന്നെ എന്തുണ്ടെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്ലോത്ത്സിൻ്റെ കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുമ്പോഴേക്കും ബിസ്വാമിൽ എന്ന് പറഞ്ഞ കോളേജ് ഫെസ്റ്റ് ഉണ്ടാകും. ആ സമയത്ത് നല്ല അടിച്ച് പൊളിക്കുന്ന സൂപ്പറായിട്ട് ഒരു പാർട്ടി കുറച്ച് ഔട്ട്ഫിറ്റ്സ് കൊണ്ടുവന്നോളൂ. കാരണം അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് ഉണ്ടാകും. പിന്നെ ദിവാലി ഉണ്ടാകും, സോ എന്തെങ്കിലും എത്നിക് വെയർ കൊണ്ടുവരിക. പിന്നെ ഓണം ഉണ്ടാകും, സോ ഓൾറെഡി ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് കൊണ്ടുവരിക. ഇവിടെ നല്ല റേറ്റാണ് ബ്ലൗസ് തയ്ക്കുന്നത്. ഇവിടെ ടൈലർ ഷോപ്പ് ഉണ്ട്, പക്ഷേ നല്ല റേറ്റാണ്. അവർ നന്നായിട്ട് തയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ അല്ലറ ചില്ലറ വർക്കൊക്കെ ആണെങ്കിൽ അവർ ചെയ്യും. അത് ബ്ലൗസ് തയ്ച്ചിരും, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് ഫോർ ദ മണി. സോ യാ, അങ്ങനെ അത്രയേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇടയ്ക്ക് കയറി വന്ന എൻ്റെ റൂംമേറ്റാണ്. സോ എൻ്റെ വീഡിയോ ഞാൻ മൊത്തമായിട്ടൊന്ന് കാണട്ടെ. പാവോട്ടോ, അവളിപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഷീസ് ഫ്രം രാജസ്ഥാൻ. സോ യാ, സോ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഞാനിപ്പോൾ ഒരു ഭയങ്കര ഓർഡറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.